നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ മടിച്ചിരുന്ന ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ സാന്നിധ്യത്തിനായി കാത്തിരിക്കുകയാണ്. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായി പോകുന്നത്. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന മുഴുവനുമായി കാണുവാൻ ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആർക്കേഞ്ചൽ റാഫേൽ എന്ന് പറയുന്ന മാലാഖയുടെ സാന്നിധ്യമാണ്. ഈ ഒരു മാലാഖയുടെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ വളരെ പ്രധാനമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് ആ വ്യക്തിക്ക് നമ്മളെക്കുറിച്ചുള്ള ചിന്തകളും അതുപോലെ നമ്മളെക്കുറിച്ചിട്ടുള്ള വളരെ മധുരമായിട്ടുള്ള ഓർമ്മകളും വളരെയധികം ശക്തിയോടുകൂടി ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വരിക തന്നെ ചെയ്യും. ഈ ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ ഒരു ഏഞ്ചലിന്റെ അല്ലെങ്കിൽ ഈ ഒരു മാലാഖയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നടക്കുവാൻ പോകുന്നത്. നിങ്ങൾ ഒരു പക്ഷേ മാലാഖമാരെ നന്നായി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, മാലാഖമാരോട് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കാം. എന്തുകൊണ്ടോ ഈ ഒരു മാലാഖയുടെ സാന്നിധ്യമാണ് ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും നന്നായി ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു വായനയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ ഒരു ഏഞ്ചല്, ഈ ഒരു മാലാഖ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നല്ല രീതിയിൽ തന്നെ മനസ്സിനെ ആത്മീയപരമായിട്ടും അതുപോലെ ഭൗതിക സുഖങ്ങളോട് കൂടിയുമുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെയും നിങ്ങളുടെ മനസ്സിലേക്കും കൊണ്ടുവരുന്നതായിട്ടാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ വ്യക്തിയോട് താല്പര്യമുണ്ട്, പക്ഷെ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ വ്യക്തി ഒറ്റയ്ക്കിരിക്കുമ്പോഴാണെങ്കിലും മറ്റു പല പ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നിർത്താതെ യാതൊരു തരത്തിലും അല്ലെങ്കിൽ യാതൊരു തരത്തിലും ഒരു മടിയുമില്ലാതെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ പലതരത്തിലുമുള്ള മാറ്റങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുമായി ഒരു കമ്മിറ്റ്മെന്റ് വേണം, ഇമോഷണൽ കമ്മിറ്റ്മെന്റ് വേണം എന്നുള്ളതാണ്. കാരണം സ്നേഹത്തിന്റെ അത്യപൂർവമായിട്ടുള്ള നിമിഷങ്ങൾക്കും സ്നേഹത്തിന്റെ വല്ലാത്തൊരു ശക്തിയും ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഈ വ്യക്തിയോടൊപ്പം കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്ന നല്ല നല്ല മാറ്റങ്ങളും നിങ്ങൾ ഇപ്പോൾ ഈ വ്യക്തിയുടെ കൂടെ ഇല്ലാണ്ടിരിക്കുമ്പോൾ ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന തകർച്ചകളെ കുറിച്ചുമാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി എല്ലാ തരത്തിലും പോസിറ്റീവായ ഊർജത്തോടു കൂടി മുന്നോട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായി ഒത്തിണങ്ങി ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. ഈ വ്യക്തി ഒരു കാരണവശാലും നിങ്ങളുടെ അടുത്ത് നിന്നും ദൂരേക്ക് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ വ്യക്തി ഇനി ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂടെ മാത്രമായിരിക്കും എന്നുള്ള ഒരു വാശിയോടെയാണ് ഈ വ്യക്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നന്നായി തന്നെ തൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് ഇനിയും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്നും അതിനെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും, താൻ ഇനിയും നന്നായില്ലെങ്കിൽ അല്ലെങ്കിൽ ശരിയായില്ലെങ്കിൽ തനിക്ക് ഇനിയും ഒരുപാട് തകർച്ചകൾ ഉണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ള ഒരു നല്ല രീതിയിലുള്ള അറിവോട് കൂടിയാണ് അല്ലെങ്കിൽ അത്തരം ഒരു തിരിച്ചറിവോട് കൂടിയാണ് ഈ വ്യക്തി മുന്നോട്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി ആദ്യമൊക്കെ നിങ്ങൾ പറയുന്നത് അനുസരിക്കാനും അംഗീകരിക്കുവാനും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ പലതരത്തിലും ഈ വ്യക്തി ശാഠ്യം പിടിച്ചിട്ടുണ്ട്, നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട്, വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളൊക്കെയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പേഴ്സൺ പല വിധത്തിലും നിങ്ങളെ വേദനിപ്പിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നതെല്ലാം തെറ്റാണെന്നും കള്ളമാണെന്നും അല്ലെങ്കിൽ വിവരമില്ലായ്മയാണെന്നും ഒക്കെ പറഞ്ഞ് ഈ വ്യക്തി
വലിയ ബുദ്ധിമാനാണ് അല്ലെങ്കിൽ ബുദ്ധിമതിയാണ് എന്നുള്ള രീതിയിൽ മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുമായി ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യത്തിൽ ഈ വ്യക്തി ഒരുമിച്ച് നിൽക്കുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം നിങ്ങളായിട്ട് എന്തുകൊണ്ടും ഒരു നല്ല രീതിയിൽ ചേർന്ന ഒരു സുന്ദരമായ ബന്ധം കൂടിയാണ് ഇതെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു സമാധാനമാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതും ഈ വ്യക്തിയോടൊപ്പം നിങ്ങൾ കൂടി വേണമെന്ന് ഈ വ്യക്തി ശാഠ്യം പിടിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി ഒരുപാട് യാത്രകൾ നടത്തുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ട് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരം ഒരു സ്വഭാവ പ്രകൃതമുള്ള വ്യക്തിയായിട്ട് കാണപ്പെടുന്നു. അതുകൊണ്ട് ഈ വ്യക്തി ഒരുപാട് സഞ്ചരിക്കുന്നതായിട്ടും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുന്നതായിട്ടൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എവിടെയൊക്കെ പോയാലും തിരിച്ച് നിങ്ങളുടെ മനസ്സിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ വ്യക്തി എന്തൊക്കെ ചിന്തിച്ചു പോയാലും ഏതൊക്കെ സ്ഥലത്തേക്ക് പോയാലും അവസാനം ചെന്നെത്തുന്നത് നിങ്ങളുമായി സംബന്ധിച്ച സ്ഥലത്തേക്കും സാഹചര്യത്തിലേക്കും തന്നെയായിരിക്കും. അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളിൽ നിന്നും ഒരു മുക്തിയില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. ഈ ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഒരു കുറച്ചു നേരത്തേക്ക് ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്ക് ഒരു നേരം പോകുന്നതിന് വേണ്ടിയിട്ട്, സമയം ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ഒരു പ്രണയബന്ധമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന വളരെയധികം ഒരു അപൂർവമായിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഡിവൈനിറ്റി വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു കണക്ഷനായിട്ട് കാണിക്കുന്നുണ്ട്. ഡിവൈനിറ്റി നിറഞ്ഞു നിൽക്കുക എന്ന് പറയുമ്പോൾ ദൈവികത വളരെയധികം നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അത്തരം ഒരു സന്ദർഭം ഉള്ളത് കൊണ്ട് തന്നെ ഈ പ്രണയബന്ധം അത്രയും ഇമ്പോർട്ടന്റ് ആണ്, അത്രയും പ്രധാനപ്പെട്ടതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ വ്യക്തി പല കാര്യങ്ങളിലും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി മടി കാണിച്ചു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ വ്യക്തി തിരിച്ചറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ മടി കാണിച്ചു നിന്ന് കഴിഞ്ഞാൽ തനിക്ക് എന്തായാലും ഈ ഒരു പ്രണയബന്ധം നഷ്ടപ്പെട്ടു പോകും. ഈ ബന്ധം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇനി ഇങ്ങനൊരു ജീവിതം തനിക്ക് ലഭിക്കുകയില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലൂടെയും കൂടിയാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായി മനസ്സ് തുറന്ന് സംസാരിക്കുവാനും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ചൂഴ്ന്നെടുക്കുവാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ് എന്നൊക്കെ അറിയുവാനും വേണ്ടിയിട്ടുള്ള ഒരു മനസ്സോട് കൂടിയാണ് ഈ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ ഈ വ്യക്തിക്ക് നിങ്ങളിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഏത് രീതിയിൽ വേണമെങ്കിലും പൊയ്ക്കോട്ടെ എന്നുള്ളൊരു രീതിയിലായിരുന്നു ഈ പേഴ്സൺ ചിന്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി പല പല വിധത്തിലും, അല്ലെങ്കിൽ പല വിധത്തിലും നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട്, തഴഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നത്, അന്നൊക്കെ ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനും കൂടെ നിൽക്കാനും ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരുന്നു, കൂട്ടുകാരുണ്ടായിരുന്നു, വീട്ടുകാരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരിൽ ആരും തന്നെ കാണാൻ സാധിക്കുന്നില്ല എന്നും, നിങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് എന്നും, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ വ്യക്തിക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ എന്നുമുള്ള ഒരു ചിന്താഗതിയിലൂടെയും കൂടിയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു തിരിച്ചറിവിലൂടെയും കൂടിയാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിലെ പവിത്രതയാണ്, നിങ്ങളിലെ ശുദ്ധതയാണ്. നിങ്ങൾ ആരെയും ദ്രോഹിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ആരെയും ഉപദ്രവിക്കാനോ തയ്യാറാകുന്നില്ല. അത്തരം മനസ്സുള്ള ഒരു വ്യക്തികളല്ല നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ നന്മകൾ എപ്പോഴും ആഗ്രഹിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിക്ക് നല്ലത് മാത്രമാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളിലെ പരിശുദ്ധത ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പല പല കാരണങ്ങൾ കൊണ്ട് മടി കാണിച്ചു നിന്നിരുന്ന ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തെ എത്രമാത്രം സന്തോഷകരമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തി അതിശയത്തോടു കൂടി നോക്കിക്കാണുകയാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ യാതൊരു കാരണവശാലും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അത് അനുഭവം കൊണ്ടും പലതരത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ടും ഈ വ്യക്തി ഇതാ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ആർക്കേഞ്ചൽ റാഫേൽ നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ കോലിളക്കം സൃഷ്ടിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി ഇപ്പോൾ. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സ്ആപ്പ് നമ്പർ ഈ വായനയുടെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പോരാത്തതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്.
അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി. നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.